ലൂക്കോസിൻ്റെ സുവിശേഷം 9:51 തൊട്ട് 56. ലൂക്ക് 9:51-56. പെന്തക്കോസ്തിക്ക് മുമ്പിലുള്ള അനുഭവങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിൽ നമ്മളെ പഠിപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. നമ്മൾ ദൈവത്തിൻ്റെ സ്വഭാവം എന്തെന്ന് നമ്മൾ അറിയണം. ദൈവത്തിൻ്റെ സ്വഭാവം, ദൈവം നമ്മളെ ഉപദ്രവിക്കുന്ന ദൈവമല്ല, സ്നേഹിക്കുന്ന ദൈവം. ആ സ്നേഹത്തിൻ്റെ ആഴമാണ് ദൈവത്തിൽ നമ്മൾ അനുഭവിച്ചറിയേണ്ടത്. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ്റെ ആരോഹണത്തിനുള്ള കാലം തികയാറായപ്പോൾ. ആരോഹണം ദൈവത്തിൻ്റെ ഉയർപ്പ് സ്വർഗാരോഹണമാണ്. കർത്താവ് സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ശിഷ്യന്മാരെ ഒരുക്കുന്നതാണ്. അതിന് ആരോഹണത്തിനുള്ള കാലം തികയാറായപ്പോൾ അവൻ യെരുശലേമിലേക്ക് യാത്രയാകുവാൻ മനസ്സുറപ്പിച്ച് തനിക്ക് മുമ്പായി ദൂതന്മാരെ അയച്ചു. അപ്പം മരിക്കുന്നതിന് മുൻപ് തന്നെയാണ്, എങ്കിലും കർത്താവ് മുൻപേ കണ്ട് ഈ ശിഷ്യന്മാർക്ക് ക്ലാസ് കൊടുക്കുകയാണ്. അവർ പോയി അവനായി വട്ടം കൂട്ടുന്നതിന് ശമര്യക്കാരുടെ ഒരു ഗ്രാമത്തിൽ ചെന്നു. ശമര്യക്കാരെന്ന് പറയുന്നത് നമുക്കറിയാം, അവർ യഹൂദന്മാരുടെ തന്നെ കൂട്ടത്തിൽ ഈ ശത്രുക്കൾ വന്ന് യഹൂദന്മാരിലുള്ള നല്ലവരെ എല്ലാം തോൽപ്പിച്ചിട്ട് യുദ്ധത്തിൽ പിടിച്ചുകൊണ്ടുപോയി. അമോറൈറ്റ്സ് എന്ന് പറയുന്നവരാണ് പിടിച്ചുകൊണ്ട് പോകുന്നത്. ഈ അമോറൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അങ്ങേറ്റം ദുഷ്ടത ചെയ്യുന്ന മനുഷ്യരാണ്. അവർ വന്ന് യഹൂദയിലുള്ള നല്ല യഹൂദന്മാരെല്ലാം പിടിച്ചുകൊണ്ട് പോയിട്ട് ഒന്നിനും കൊള്ളാത്തവരെല്ലാം അവിടെ ഇട്ടേച്ച് പോയിട്ടുണ്ട്. അവർ പിന്നെ ഇൻ്റർമിക്സ് ചെയ്തിട്ട് അവരിൽ കൂടെ ഉണ്ടായ മക്കളാണ് ഈ ശമര്യ. അതുകൊണ്ട് യഹൂദന് ശമര്യക്കാരെന്ന് പറയുമ്പോൾ ഒരു സെക്കൻഡ് ഗ്രേഡ് ആയിട്ടാണ്. അവർക്ക് ഇഷ്ടമല്ല അവരൊരിക്കലും അവരുടെ കാര്യങ്ങൾക്ക് യഹൂദൻ ഒരിക്കലും ശമര്യക്കാരെ കൂട്ടിച്ചേർക്കത്തില്ല. പക്ഷെ ക്രിസ്തുവിന് അങ്ങനെ വ്യത്യാസമില്ല. അതുകൊണ്ട് ക്രിസ്തു അവരെ നേരിടാൻ, അവരെ കാണാനും, അവരെ തിരഞ്ഞെടുക്കാനും വീണ്ടെടുക്കാനും ആഗ്രഹിക്കുന്നു. കാരണം ദൈവം വന്നിരിക്കുന്നത് ഒരാളെ തന്നെ രക്ഷിക്കാനല്ലല്ലോ, ലോകത്തിലുള്ള ജനതയെ മുഴുവനും രക്ഷിക്കാൻ. ഒരു കാര്യം ഓർക്കേണ്ടത്, യേശു യഹൂദനായിട്ട് വരുന്നത് ഒരു തെരഞ്ഞെടുത്ത് അബ്രഹാമിൻ്റെ സന്തതിയായിട്ട് വന്നു. എല്ലാവരെയും ദൈവം വിളിക്കുന്നുണ്ട്, പക്ഷെ ആരും കേൾക്കുന്നില്ല. കേട്ട ഒരാളാണ് അബ്രഹാം. അപ്പോൾ അബ്രഹാമിൻ്റെ സന്തതിയായിട്ട് പിന്നെ തിരിച്ചു വരുമ്പോൾ ദാവീദ് പുത്രനായിട്ട് യേശു ക്രിസ്തു കടന്നു വന്നു. എങ്കിലും യേശു കടന്നു വന്നിരിക്കുന്നത് മനുഷ്യനെ മുഴുവൻ രക്ഷിക്കാൻ. അതുകൊണ്ടാണ് യോഹന്നാൻ 3:16 പറയുന്നത്, എൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കും. ദൈവം അവനെ നൽകുവാൻ ലോകത്തെ എന്ന് അവിടെ പറയുന്നത്, ഒരാളെ അല്ല, യഹൂദനെ എന്നല്ല പറയുന്നത്. ലോകത്തെ സ്നേഹിച്ച ഒരു ദൈവമാണ് മുമ്പിൽ നിൽക്കുന്നത്. പക്ഷേ ഈ ലോകത്തെ സ്നേഹിച്ച നാളുകൾ പറയുമെങ്കിലും ആർക്കും വേണ്ട. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ദേവന്മാരെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു ബാരിയർ അല്ലെങ്കിൽ ഈ ഒരു മതിൽ പോലെ കെട്ടിവെച്ചിരിക്കുന്നതിന് പൊട്ടിച്ചു കളയണമെങ്കിൽ ആത്മാവുള്ളവർ പ്രാർത്ഥിക്കണം. അപ്പം ബെർലിൻ വോള് പൊട്ടിച്ചു. നമ്മൾ ജർമ്മനിയുടെ നടുക്ക് നിൽക്കുന്ന വോള് ഒരു സുപ്രഭാതത്തിൽ ഒരു രാത്രി കൊണ്ട് അവരുണ്ടാക്കിയതാണ്. അപ്പോൾ അതിന് അതിനകത്തൊരു ഒരു സിനിമയുണ്ട്. അതിനകത്ത് ബെർലിൻ രണ്ട് ഈസ്റ്റിലും വെസ്റ്റിലും ഉള്ള ബെർലിനിൽ, അവിടെ ജർമ്മനിയുടെ ഒരു സൈഡ് അങ്ങേ സൈഡിലും അവിടെയുള്ള ഒരു ചെറുക്കൻ ഒരു പെങ്കൊച്ചിനെ ഇഷ്ടപ്പെടുകയാണ്. ആ കൊച്ചിനും പെങ്കൊച്ചും കൂടെ ഓട്ടം സീസൺ ആകുമ്പോൾ, അതായത് ഓട്ടം എന്ന് പറയുമ്പോഴത്തേക്ക് ഒക്ടോബർ നവംബർ മാസം ഓട്ടം സീസൺ ആകുമ്പോൾ, ഓട്ടം സീസൺ ആകുമ്പം അവർ വിവാഹം കഴിക്കണം പറഞ്ഞ് തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ അവർ വളരെ സന്തോഷത്തോടുകൂടി ഇരിക്കുമ്പോൾ അന്ന് രാത്രിയിൽ ഇവർ തീരുമാനിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് രാത്രിയിൽ ഇവരുടെ സോൾജേഴ്സ് വന്നിട്ട് ഒരാഴ്ച കൊണ്ട് വലിയൊരു മതിൽ ജർമ്മനിയുടെ നടുക്കൂട്. അങ്ങനെ ജർമ്മനിയെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു, ഈസ്റ്റ് ജർമ്മനി, വെസ്റ്റ് ജർമ്മനി. ഈ പെൺകൊച്ച് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യൻ ഇങ്ങേപ്പുറത്തും ഈ പെൺകൊച്ച് ഇപ്പുറത്തുമാണ്. ഒരു തരത്തിൽ ഇവർ തമ്മിൽ കോണ്ടാക്റ്റ് ഇല്ല. അങ്ങനെ ഇപ്പുറത്ത് നിന്ന് വിളിച്ചു പോവും, നീ അപ്പുറത്തുണ്ടോ ഇപ്പുറത്തുണ്ടോ. കുറച്ച് നാൾ കഴിഞ്ഞു, കുറച്ച് കഴിയുമ്പോൾ ഒട്ടും കാണാതെ അവരുമായിട്ടുള്ള ബന്ധം മാറുകയാണ്. ഒരു മതിൽ കെട്ടിക്കഴിഞ്ഞാൽ അപ്പുറത്തും ഇപ്പുറത്തും കാണാതാകും. അതാണ് മനുഷ്യൻ്റെ കാര്യം. ദൈവത്തെ കാണാതിരിക്കാൻ മതിലുകൾ കെട്ടിവെച്ചിരിക്കുക. മതിൽ ഇടിയാതൊന്നും ചെയ്യാനൊക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഈ മതിൽ കെട്ടിവെച്ച് കഴിഞ്ഞിട്ട് അവർക്ക് ഒരു ഹോപ്പുമില്ല. എന്ത് സംഭവിച്ചു? ആ പെൺകുട്ടി വേറെ കല്യാണം കഴിച്ചു, ഈ മനുഷ്യനും വേറെ കല്യാണം കഴിച്ചു. എന്നാൽ ബെർലിൻ വോൾ കുറേ കഴിഞ്ഞപ്പം, അപ്പോഴത്തേക്ക് ഏകദേശം 20 വർഷം കഴിഞ്ഞു. അപ്പോൾ 20 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ബെർലിൻ വോളെ ഇടിച്ചു, ദൈവം ഇടിച്ചു കളഞ്ഞു. അതാണ് ബെർലിൻ വോൾ എന്ന് പറയുന്ന ഒരു തടസ്സമാണ്. മനുഷ്യർ തമ്മിൽ സ്നേഹിക്കുന്ന കുടുംബങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട്, അവർക്കതൊന്നും പ്രശ്നമല്ല. ഇതുപോലെ ദൈവമക്കൾക്ക് നടുക്ക്
ദൈവത്തിൻ്റെ ആത്മാവിന് വിപരീതമായിട്ട് മതിലുകൾ കെട്ടുകയാണ്. അത് മനുഷ്യൻ തന്നെയാണ് ഉണ്ടാക്കി വെക്കുന്നത്, ദൈവമല്ല. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ ഈ മതിൽ ഇടിച്ചു കളഞ്ഞപ്പോൾ ഈ പുരുഷൻ വിചാരിക്കുകയാണ്, ഞാൻ അവൾ താമസിച്ചിടത്തേക്ക് ഞാനൊന്ന് കടന്നു ചെല്ലട്ടെ എന്ന്. അങ്ങനെ ഈ മനുഷ്യൻ അപ്പോഴത്തേക്ക് 60 വയസ്സ് കഴിഞ്ഞ് ഈ പെൺകുട്ടിക്ക്, അവർ ഒരു പ്രായം ചെന്ന സ്ത്രീയായി മാറി. ഈ മനുഷ്യനും പ്രായമുണ്ട്. അവർ വന്ന് നോക്കുമ്പം ഈ സ്ത്രീയാണ്, അവരൊരു വിഡോവറാണ്, ഭർത്താവ്, ഈ മനുഷ്യനും മക്കളൊന്നുമില്ല. അങ്ങനെ ഇവർ നോക്കുമ്പോൾ ആ സ്ത്രീ അവിടെ നിൽപ്പുണ്ട്. അവരുടെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യൻ 20 വർഷത്തേക്ക് മാറി നിന്നു. പക്ഷെ 20 വർഷം കഴിഞ്ഞ് മതിലിടിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവരൊന്നിച്ച് വീണ്ടും വിവാഹം കഴിച്ച് വീണ്ടും 20 വർഷത്തോളം അവർ ജീവിച്ചു എന്ന്. ഒരു മതിലുണ്ടാക്കുന്ന ആരാ? നമ്മളാണ്. ദൈവം മതിലുകളെ ഇടിച്ചു കളഞ്ഞ് സ്നേഹിക്കാൻ പറയുമ്പം നമ്മൾ മതിലുകളാണ്. അതിനൊരു എക്സാമ്പിൾ തന്നെയാണ് ഇവിടെ കാണുന്നത്. ശമര്യക്കാരുടെ ഗ്രാമത്തിൽ യേശു ശിഷ്യന്മാരെ പറഞ്ഞു വിടും. എന്നാൽ അവർ യെരുശലേമിലേക്ക് പോകുവാൻ ഭാവിച്ചതിൽ അവർ അവനെ കൈക്കൊണ്ടില്ല. അപ്പം ശമര്യക്കാർക്കും യേശുവിനെ വേണ്ട, അവർക്ക് അവരുടെ ദേവനെ അല്ലെ ദൈവങ്ങളെ ഉണ്ടാക്കിക്കഴിഞ്ഞു. അത് അവൻ്റെ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും കണ്ടിട്ട്, കർത്താവേ, ആകാശത്തു നിന്ന് തീ ഇറങ്ങി അവരെ നശിപ്പിക്കാൻ ഞങ്ങൾ പറയുന്നത് നിനക്ക് സമ്മതമോ എന്ന് ചോദിച്ചു. എന്താണ്? സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കി ഏലിയാവ് ചെയ്തവർക്കറിയാം. ഏലിയാവ് ചെയ്തതുപോലെ സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കി ഇവരെ നശിപ്പിക്കട്ടെ എന്ന് യേശുവിനോട് ചോദിക്കുക. യേശു എന്താ പറഞ്ഞ്? അവൻ തിരിഞ്ഞ് അവരെ ശാസിച്ചു. ഒരിക്കലും മതിൽ കെട്ടി മനുഷ്യനെ അകത്തുന്ന ദൈവമല്ല. ഒരിക്കലും ഒരു ഭാര്യയും ഭർത്താവിനെ അകത്തുന്ന ദൈവമല്ല. ഒരിക്കലും അപ്പനും അമ്മയും മക്കളെയും വിഭജിച്ച് കാണുന്ന ദൈവമല്ല. ഇതെല്ലാം ഇതൊക്കെ നമ്മുടെ വിശ്വാസികളുടെ കുടുംബങ്ങളിൽ നടക്കുകയല്ലേ. അപ്പനമ്മമാർ തമ്മിൽ ബന്ധമില്ല, മക്കളും അപ്പനുമായിട്ട് ബന്ധമില്ല, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ബന്ധമില്ല. എന്താണ് ദൈവം ഇതാണോ ആഗ്രഹിച്ചത്? അല്ല. ഈ ദൈവസ്നേഹം നമ്മൾ മറന്നു പോകുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? യേശു ശിഷ്യനെ ശാസിച്ചിട്ട് പറയുകയാണ്, അവൻ തിരിഞ്ഞു അവരെ ശാസിച്ചിട്ട്, നിങ്ങൾ ഏതാത്മാവിന് അധീനൻ എന്ന് നിങ്ങൾ അറിയുന്നില്ല. കണ്ടോ, ആത്മാവ് മാറി. കർത്താവിൻ്റെ കൂടെ നടക്കുന്ന ശിഷ്യന്മാരിൽ കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ അറിഞ്ഞു പഠിച്ച മനുഷ്യർ ദൈവത്തിൻ്റെ ആത്മാവിലല്ല നടക്കുന്നതെന്ന് പറയുമ്പം വിശ്വാസികൾക്കൊരു ചോദ്യമാണ്, നമ്മുടെ അന്തരാത്മാവിൽ പരിശുദ്ധാത്മാവാണോ അതോ ദുഷ്ട ആത്മാവാണോ പ്രവർത്തിക്കുന്നത്? സമൂഹത്തിൻ്റെ മുൻപിൽ നമ്മൾ നന്മ കാണിച്ചതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിന് അനുയോജ്യമല്ലാത്തതാണ് ചിന്തിക്കുന്നതെങ്കിൽ ചിന്തകൾ പോലും വായിച്ചറിയുന്ന ഒരു ദൈവം നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. അത് അന്തരാത്മാവിനെ ശ്രദ്ധിച്ച് നോക്കുന്ന ഒരു ദൈവമാണ്. ദൈവം ശാസിക്കുന്ന, പലപ്പോഴും നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവം വന്ന് ശാസിക്കുന്നില്ലേ? ശാസിച്ചുകൊണ്ടേയിരിക്കുന്നില്ലേ? നമ്മുടെ ചിന്ത സ്വന്തം മക്കളെ അല്ലെ മരുമക്കളെ നമ്മൾ കുറ്റം പറഞ്ഞെന്നിരിക്കട്ടെ, ഭർത്താവ് ഉടനെ തിരിച്ചു പറയും, നീ എന്തിനാ അവരെ കുറ്റം പറയുന്നത്? നിൻ്റെ കണ്ണിനകത്ത് കോലിരിക്കും, മറ്റവരുടെ കണ്ണിനകത്ത് കരടെന്തിനാ നീ എടുത്ത് കളയുന്നത്? ദിസ് ഈസ് എക്സാക്ട്ലി വാട്ട് ഹാപ്പൻസ് ഇൻ ദ ക്രിസ്ത്യൻ ഫാമിലീസ് നൗ. അപ്പോൾ എന്ത് പറയും? മനുഷ്യപുത്രൻ മനുഷ്യരുടെ പ്രാണങ്ങളെ നശിപ്പാനല്ല, ഒരാളുടെ പ്രാണൻ എന്ന് പറയുമ്പം അവൻ്റെ ദേഹീതലമാണ്, അവൻ ആരെന്നുള്ള ബോധം, അവൻ ആത്മാവിൽ ജീവിച്ചിരിക്കുന്ന വ്യക്തിയാണ്. അവൻ്റെ പ്രാണനെ നശിപ്പിക്കാനല്ല ഞാൻ വന്നിരിക്കുന്നത്, പിന്നെയോ രക്ഷിപ്പാനത്ര വന്നു എന്ന് പറഞ്ഞു അവർ വേറൊരു ഗ്രാമത്തിലേക്ക് പോയി. കർത്താവിൻ്റെ ആത്മാവ് പറയുന്നത് ദൈവം നമുക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു ദൈവമാണ്, എന്നും നന്മ മാത്രം ചെയ്യുന്ന ഒരു ദൈവമാണ്. ദൈവം നമുക്ക് നന്മ ചെയ്യാൻ അത്യന്തം ആഗ്രഹിക്കുന്ന ദൈവമാണ്. പക്ഷെ ഈ ദൈവത്തിനെ മനസ്സിലാക്കാതെ ഏതാത്മാവിലാണ് നീ പ്രവർത്തിക്കുന്നതെന്ന് ദൈവം നമ്മളോട് ചോദിക്കുകയാണ്. അവിടെയാണ് ഒരു യുദ്ധക്കളത്തിലാണ് നമ്മൾ നിൽക്കുന്നത്, അറിഞ്ഞോ അറിയാതെ യുദ്ധക്കളമാണ്. ഈ യുദ്ധക്കളത്തിനകത്ത് നിൽക്കുന്ന എന്നെയും നിങ്ങളെയും ആത്മാവിൻ്റെ വിവേചനത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് വാക്യങ്ങൾ തന്നിരിക്കുന്നത് എഫെസ്യർക്ക് എഴുതിയ ലേഖനം 6:12-20, തൊട്ട്. അതായത് നമ്മുടെ ഉള്ളിൽ ഒരു പോരാട്ടമാണ്, എന്നും ഒരു പോരാട്ടം. നമ്മൾ ദൈവത്തെക്കാട്ടിലും മുൻപിൽ കടന്നു എന്ന് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാം. കർത്താവ് പറഞ്ഞോ തീ ഇറക്കാൻ? ഏലിയ പ്രവാചകൻ പഴയ നിയമകാലത്ത് ബാൽ വിഗ്രഹങ്ങളെ കൊണ്ട് തൻ്റെ ജനത ദൈവത്തിൽ നിന്ന് മാറിയപ്പോൾ സത്യദൈവം ആരെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഏലിയാവിനോട് ചെയ്തു. ദൈവത്തിന് ആരെയും കൊല്ലാൻ ആഗ്രഹമില്ല. അതൊരു ജനറൽ പ്രിൻസിപ്പിളാണ്. അതാണ് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ, ദൈവത്തിൻ്റെ മിറക്കിൾസ് ഒന്നൊന്നിനോട് സമമല്ല.
കഴിഞ്ഞ പ്രാവശ്യം ഒരാൾക്ക് രോഗസൗഖ്യം കിട്ടി, ഞാൻ പ്രാർത്ഥിച്ചു, അതുകൊണ്ട് വേറൊരാൾക്ക് കിട്ടുമെന്ന് പറയാൻ ഒക്കത്തില്ല. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ദി സ്പിരിറ്റ് റലം. ആത്മീയ ഗോളത്തിൽ എത്രമാത്രം നീ ഉറപ്പുള്ളവനായിരിക്കും. അതുകൊണ്ട് എഫെസ്യർക്ക് എഴുതിയ ലേഖനം 6:12-20 വരെയുള്ള വാക്യം നിങ്ങൾ വായിക്കണം. 6 പറയുന്നത് ജഡരക്തങ്ങളോടല്ല പോരാട്ടം, പിന്നെയോ വാഴ്ചകളോടും അധികാരങ്ങളും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേന. അപ്പം ഈ അന്ധകാരശക്തി ചുറ്റുമുണ്ട്. അന്ധകാരശക്തിയെ ചുറ്റുമുള്ളതിനെ അടിച്ചു മാറ്റാൻ ശക്തിയുള്ളത് പരിശുദ്ധാത്മാവ് മാത്രമാണ്. ആ പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് എനിക്ക് പുറത്ത് കാണാൻ ഒക്കൂല. ബട്ട് വെൻ ഐ സ്പീക്ക്, ഏത് സ്പിരിറ്റിലാണ് പറയുന്നതെന്ന് ദൈവത്തിന് മനസ്സിലാവും. വെൻ ഐ തിങ്ക്, ഗോഡ് നോസ് വാട്ട് ഹീസ് ഡൂയിങ്. അപ്പോൾ അറിയുന്ന ഒരു ദൈവത്തിൻ്റെ മുമ്പിലാണോ നീ നിൽക്കുന്നത്? അല്ലെങ്കിൽ ദൈവം നമ്മളോട് പറയുകയാണ് നിന്നെ തന്നെ ശുദ്ധീകരിക്കണം. അവിടെയാണ് ആർമർ ഓഫ് ഗോഡ് ഇട്ട് തരും. ആർമർ ഓഫ് ഗോഡിനെ കുറിച്ച് അടുത്ത ദിവസം എടുക്കാം, നേരത്തെ എടുത്തിട്ടുള്ള ടോപ്പിക്കുകളാണ്. പക്ഷേ പരിശുദ്ധാത്മാ പറയുന്നു, നിങ്ങൾ സർവായുധവർഗം ധരിച്ചിട്ട് യുദ്ധത്തിൽ പോരാടി സത്യദൈവത്തിന് വേണ്ടി നിന്നിട്ട് ദൈവാത്മാ, അതാണ് അർത്ഥം. അരയ്ക്ക് സത്യം, നീതി കവചം, സമാധാനം, സുവിശേഷം, കാലിന് ചെരുപ്പ്, വിശ്വാസം, ദുഷ്ടനെതിരായിട്ടുള്ള തീയമ്പ്, രക്ഷ ശിരസ്ത്രം ദൈവവചനാത്മാവിൻ്റെ വാളായിട്ട് നിന്നിട്ട്, രക്ഷ എന്ന ശിരസ്ത്രം ദൈവവചന ആത്മാവിൻ്റെ വാളെടുത്തിട്ട് സകല പ്രാർത്ഥനയാലും യാചനയാലും, എന്താണ് പ്രാർത്ഥനയും, നിന്റെ പ്രവർത്തന അല്ല ഇവിടെ ചോദിക്കുന്നത്, സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്ക് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ ഉടനെ പൗലോസ് പറയുന്നത്, ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാപതിയായി സേവിക്കുന്ന സുവിശേഷത്തിൻ്റെ മർമ്മം. അതാണ് എൻ്റെ കാലിൽ ഒരു ചങ്ങലയുണ്ട്. അതെന്തിനാ? സുവിശേഷത്തിൻ്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിപ്പാൻ. എൻ്റെ വായു തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെട്ടതിന് ഞാൻ സംസാരിക്കുന്ന വണ്ണം അതിന് പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനും നിങ്ങൾ പ്രാർത്ഥിപ്പീൻ. ഇവിടെയാണ് എപ്പോഴും പ്രാർത്ഥനയോടുകൂടി വേണം നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിച്ചിക്കാൻ. പ്രാർത്ഥനയോട് ദൈവത്തിൻ്റെ ശിഷ്യന്മാർ പോലും ദൈവത്തോടു കൂടെ നടന്നിട്ടും ദൈവത്തിൻ്റെ ആത്മാവിൽ അല്ലാത്തത് ചെയ്യാൻ ദൈവത്തോട് പറയുന്ന വ്യക്തികൾ. നമ്മുടെ കാര്യം പറയണം. അപ്പോൾ ആത്മാവിനെ തീ കത്തിക്കണം, എപ്പോഴും ആത്മാവിനെ തീ കത്തിക്കണം. പരിശുദ്ധാത്മാ നമ്മുടെ കൂടെ നിന്ന് ജീവനുള്ള ദൈവത്തിൻ്റെ തീയെ ഒരിക്കലും കെട്ടുപോകാൻ നമ്മൾ അനുവദിക്കില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. അതാ നിൻ്റെ മുൻപിലേക്ക് ഞങ്ങളുടെ ആവശ്യങ്ങളെ കൊണ്ടുവന്ന് വെച്ച് തരികയാണ്. അധർമ്മങ്ങളായിട്ടൊന്നും ചിന്തിക്കാൻ പോലും ഞങ്ങളെ അനുവദിക്കല്ലേ. ചിന്തകളിൽ കയറി വരുന്ന ദുരാത്മാവിനെ അടിച്ചു മാറണം. പറയുന്നത് വേറെ കാര്യം കർത്താവേ, പറയുന്നതിനെക്കാട്ടിലും ഇപ്പം നീ ശ്രദ്ധിക്കുന്ന അകത്തെ ചിന്തകളാണ്. ഞങ്ങളുടെ ചിന്ത നിൻ്റെ ചിന്തയോട് ചേർന്ന് നിൽക്കാൻ, നിൻ്റെ ചിന്തയും അപ്പച്ചൻ്റെ ചിന്തയും ഞങ്ങളുടെ ചിന്തയും ഒന്നാകത്തക്കവണ്ണം ഏക മനസ്സുള്ളവരായി ഏക ആത്മാവിൽ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ശക്തിയോടെ പൂർണ്ണ ആത്മാവിൽ നിന്നെ സ്തുതിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണം. ഈ ലോകത്തിൽ കാണുന്ന ചപ്പും ചവറിൻ്റെയും പുറകെ പോകാതെ, കാണുന്നതിൻ്റെ എല്ലാം ഗ്ലിറ്ററിങ് ആയിട്ട് തോന്നിക്കുന്ന അല്ലെങ്കിൽ ഇത് നല്ലതെന്ന് തോന്നിക്കുന്നതിൻ്റെ പുറകെ പോകാതെ വചനമെന്ത് പറയുന്നോ അതിലാഴമായിട്ട് ഉറച്ചു നിന്ന് ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പാൻ. നന്മയുടെ ഉറവിടമായ ദൈവത്തിലേക്ക് ഞങ്ങളുടെ കണ്ണുകൾ ഉയരട്ടെ. സൃഷ്ടാവാം ദൈവം ഞങ്ങൾക്ക് എപ്പോഴും നന്മ മാത്രം ചെയ്യുന്ന ഒരു ദൈവമാണെന്ന് വിളിച്ചു പറയാൻ. ദൈവം തിന്മയ്ക്കായിട്ട് ഒന്നും ചെയ്യത്തില്ല. തിന്മ നമ്മളെ തൊടുകയില്ല. തിന്മേൻ്റെ ഭവനത്തിൽ കയറിയില്ല. ദൈവത്തിൻ്റെ ആത്മാവ് ശാശ്വതമായ ജീവനെ കൊണ്ട് നിറച്ചിരിക്കുന്നതിന് സ്തോത്രം. നാഥൻ്റെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറച്ചിരിക്കുന്നതിന്, അനേക കുടുംബങ്ങൾക്ക് ഇത് വെളിച്ചമാക്കി തരുന്നതിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയായിട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.